പീയൂഷ് ഗോയൽ ഇപ്പോൾ വാണിജ്യ ചർച്ചകൾക്ക് വേണ്ടി, വ്യാപാര ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക്, വാഷിംഗ്ടണിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ പ്രതിനിധി സംഘവും എത്തുകയാണ്. വിസ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് വരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിനുള്ള സാധ്യത ഉണ്ടോ ഈ ചർച്ചകളിൽ? ഈ H-1B വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ അമേരിക്കൻ തീരുമാനം വളരെയധികം സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചു വരികയാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ഇതിന് ശേഷമാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ H-1B വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ടൊരു കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഈ നിലവിൽ H-1B വിസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം, അതായത് വിസ ഫീസ് $1,00,000 ആക്കാനുള്ള തീരുമാനം ബാധിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ഇതൊരു ആനുവൽ ഫീസ്, ഒരു വാർഷിക ഫീസ് എന്ന നിലയിലാണ് ഈ വർധനവ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ ഈ വിസ ഉള്ളവർക്കും H-1B വിസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്നൊക്കെ ആയിരുന്നു വിലയിരുത്തലുണ്ടായിരുന്നത്. പക്ഷേ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം വന്നതോടുകൂടി അല്പം ആശങ്കകളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല, വിസ പുതുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. അതുപോലെ തന്നെ നിലവിൽ ഈ വിസ ഉള്ളവർ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്കും ഈ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തീരുമാനം ഈ പല കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, അതായത് പല ബഹുരാഷ്ട്ര കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന വാർത്തകളൊക്കെ, റിപ്പോർട്ടുകളുമൊക്കെ ഇന്ന് പല ദേശീയ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കേന്ദ്ര ഈ മന്ത്രി പീയൂഷ് ഗോയൽ, അദ്ദേഹം ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ വാഷിംഗ്ടണിൽ എത്തുന്നത്. ഈ ചർച്ചകൾക്കിടയിൽ പീയൂഷ് ഗോയൽ, അതായത് വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെ പീയൂഷ് ഗോയൽ ഈ H-1B വിസ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക ഔദ്യോഗികമായി അമേരിക്കയെ അറിയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായും ഡൽഹിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ചർച്ചകളുടെ ഈ പുരോഗതിയും ആ ചർച്ചകളിലെ പല നടപടികളുമൊക്കെ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ, അതായത് H-1B വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിഫലിക്കുമെന്ന കാര്യം എന്നൊരു വിലയിരുത്തലും ചില കോണുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്ക എടുക്കുന്ന ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ബി ബാലഗോപാലാണ് വിശദമായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നിലപാട് ഉൾപ്പെടെ വിശദീകരിച്ചത്. നമുക്കൊപ്പം ശ്രീ സുധീർ ഉണ്ട്. അദ്ദേഹം പ്രതിധ്വനി എന്ന IT പ്രൊഫഷണലുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയാണ്. ഒപ്പം ഡോക്ടർ KN രാഘവൻ, ഈ മേഖലയിൽ വിശദമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. സെക്രട്ടറി ജനറൽ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. ആദ്യം ശ്രീ സുധീറിലേക്കാണ്. സുധീർ, ഇപ്പോൾ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ H-1B വിസ അതിൻ്റെ 71% ഇന്ത്യക്കാർക്കാണ്. 71% എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ IT മേഖലയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇപ്പോൾ നിലവിൽ ഈ വിസയുള്ളവരെ ബാധിക്കില്ല എന്ന് പറയുന്നു, പുതുക്കുന്നവർക്ക് ഈ പുതിയ വാർഷിക ഫീസ് ഉണ്ടാകില്ല എന്ന് പറയുന്നു. എങ്കിൽ പോലും എത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞ ഒരു തീരുമാനമാണ് അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന IT മേഖലയെ എങ്ങനെ ഇത് ബാധിക്കും? തീർച്ചയായും അതൊരു കാര്യമായ, നമ്മളുടെ ഇന്ത്യൻ IT മേഖലയെ കാര്യമായി ബാധിക്കാൻ ഇടയുള്ള ഒരു തീരുമാനം തന്നെയാണത്. എല്ലാവരും ആശങ്കപ്പെടുന്നത് പോലെ തന്നെ IT മേഖലയും ആശങ്കയിൽ തന്നെയാണ്. $250 ബില്യൺ US ഔട്ട്സോഴ്സിംഗ് IT ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു 60% ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ IT മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ US-നെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ H-1B 71% H-1B ടേക്കേഴ്സും നമ്മളുടെ ഇന്ത്യൻ IT മേഖലയിൽ നിന്നുള്ള പ്രൊഫഷണൽസുകൾക്കാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസജനകമാണ്. ഇപ്പോൾ H-1B ഉള്ള ആൾക്കാർക്കും അവരുടെ എക്സ്റ്റൻഷനും ഇത് ബാധകമായിരിക്കില്ല എന്ന് ഫെഡറൽ ഗവൺമെന്റ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ശരിക്കും ആശ്വാസജനകമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ IT മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ H-1B. 90s ഇത് തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ
പ്രൊഫഷണലുകൾക്ക് ശരിക്കും ഗ്ലോബൽ എസ്പെഷ്യലി US എക്സ്പോഷർ കിട്ടാനായിട്ട് വളരെ സഹായിച്ച ഒരു ഇതാണ്, വളരെ സഹായിച്ചൊരു ഒരു വിസ രീതിയാണ് H1B. ഇനിയിപ്പോ ശരിയാണ്, ഒരു നോൺ എമിഗ്രന്റ് വിസ എന്ന നിലയിൽ നമ്മുടെ IT പ്രൊഫഷണലുകൾക്ക് വലിയ എക്സ്പോഷർ ലഭിച്ചു. വലിയ തോതിൽ അമേരിക്കൻ സ്ഥാപനങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നമ്മുടെ വലിയൊരു വിഭാഗം ജോലി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ പുതിയ ആളുകൾ, ഇപ്പോൾ നിലവിലെ ആളുകൾക്ക് ഭീഷണിയില്ല, ഈ വലിയ നിരക്ക് കൊടുക്കേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ഉദ്ദേശം 88 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് ആണല്ലോ കണക്ക് പുതിയ വിസ എടുക്കുന്നവർക്ക്. ഈ പുതിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ലോകമെമ്പാടും സ്റ്റാർട്ടപ്പുകൾ വലിയ തോതിൽ ഉദിച്ചുയരുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച അത് അത്ഭുതവഹമാകുന്ന തരത്തിൽ വരുന്നുണ്ട്, IT പ്രൊഫഷണൽ ഉൾപ്പെടെ. അപ്പോൾ ഈ പുതിയ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ടിങ്ങിനെ ഇത് വല്ലാതെ പ്രതിസന്ധിയിലാക്കില്ലേ? നമ്മുടെ പുതിയ പ്രൊഫഷണലുകൾക്ക് നല്ല ജോലി അവസരം ഇല്ലാതാകില്ലേ? മാത്രമല്ല ശമ്പളത്തെക്കാൾ വലിയ ഉയർന്ന നിരക്കല്ലേ ഈ ഫീസിൽ വരിക? അതെ, അതാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചലഞ്ചായിട്ടുള്ളത്. ഇപ്പോൾ ഇൻഫോസിസ്, TCS അല്ലെങ്കിൽ മറ്റ് വലിയ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിയർ ഷോർ സെന്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ L1 വിസ യൂസ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ വിടാൻ ഒക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരിക്കും. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. നമ്മളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് നമ്മളുടെ എഞ്ചിനീയർമാരെ, നമ്മളുടെ എക്സ്പേർട്ടുകളെ US വിട്ട് അവിടെയുള്ള പ്രോജക്റ്റുകളും അവിടെയുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലും ഭാഗമായി കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൊഹിബിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകൾക്കും അതുപോലെ തന്നെ മിഡ് സൈസ് കമ്പനികൾക്കും ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. H1B ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഫലി ഒരു 5000 മുതൽ 4000-5000 ഇടയ്ക്കാണ് ഇൻഫോസിസും TCSും HCLും കോഗ്നിസന്റും എല്ലാം ഓരോ വർഷവും H1B വിസ എടുക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ശരിക്കും പറഞ്ഞാൽ $1 lakh എന്ന് പറയുമ്പോൾ അതും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ശരിക്കും കൂടും. അതപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പല ഓപ്ഷൻസ് ആണ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ടാവും. കൂടുതൽ GCCs നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ ടാലന്റിനെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതായിരിക്കും അതിലുള്ള ഒരു വലിയൊരു ഓപ്ഷൻ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇപ്പോൾ വന്ന കണക്കുകൾ അനുസരിച്ചാണ് ഇക്കൊല്ലം തന്നെ മെറ്റയും മൈക്രോസോഫ്റ്റും 5000 വിസകൾക്ക് അംഗീകാരം നൽകിയെന്നാണ് ചില കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം ആമസോൺ വെബ് സർവീസ് ഇക്കൊല്ലം 12000 വിസകൾക്ക് അംഗീകാരം നൽകി എന്നതാണ്. ഇപ്പോൾ പുതിയ പ്രൊഫഷണലുകളെ സംബന്ധിച്ച്, പുതിയ അവസരങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നിൽക്കുകയാണ്. ഡോക്ടർ KN രാഘവൻ, ഈ IT മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ശ്രീ സുധീർ വിശദീകരിച്ചത്. അത് മറികടക്കുക അത്ര എളുപ്പമുള്ള ഒന്നല്ല, പക്ഷേ മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരുന്നു. പക്ഷേ സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ, ചെറിയ സ്ഥാപനങ്ങൾ, അവയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഫീസ് വർധന വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നത് വ്യക്തവുമാണ്. ഇനി താങ്കളുടെ മേഖലയിലേക്ക് വന്നാൽ ഈ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ഇപ്പോഴത്തെ ഈ വിസയുടെ വാർഷിക ഫീസ് ഉയർത്തലിനെ കാണേണ്ടി വരും? IT മേഖലയ്ക്ക് പുറമെ ഏതൊക്കെ മേഖലയിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ഈ IT മേഖലയെ ബാധിക്കുന്ന പോലെ ഈ വിസ ഫീസ് ഉയർത്തല് സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ ബാധിക്കില്ല. സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇപ്പോഴത്തെ ടാരിഫാണ്. 50% ടാരിഫ് അമേരിക്ക ചുമത്തിയെന്നുള്ളതാണ്. അതിന് പുറമെ ഇപ്പോൾ ഒരു പുതിയ നീക്കം കാണുന്നത്, ഇന്നലെ സെനറ്റിൽ ബിൽ കാസിഡി എന്ന് പറഞ്ഞ ലൂസിയാനയിൽ നിന്നുള്ള സെനറ്റർ ഇന്ത്യയിൽ നിന്നുള്ള ഷ്രിംപ്, അതായത് നമ്മുടെ കൊഞ്ചും ചെമ്മീനും എല്ലാം വില കുറച്ച് സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങൾ US ഡംപ് ചെയ്ത്, അതുകൊണ്ട് US മത്സ്യകൃഷിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവണം. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾക്ക് സാധാരണ നികുതിക്ക് പുറമെ 40% തീരുവ കൂടി ചുമത്തണമെന്നും പറഞ്ഞൊരു ബില്ല് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത്. അതായത് ഈ 50% തീരുവ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഇപ്പോൾ നമ്മുടെ വാണിജ്യമന്ത്രി ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ പോയ സമയത്ത് ഇതിനൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുതിയൊരു നീക്കം കാണുന്നത്. അതായത് അവിടുത്തെ
ലൂസിയാന എന്നുള്ള ഒരു സെനറ്റർ ഒരു ബില്ല് മോദിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അമേരിക്കയിൽ അവരുടെ ആവശ്യത്തിന് വേണ്ട, കാരണം ഒരു വർഷം അമേരിക്കയിൽ ഏകദേശം 10 ലക്ഷം ടൺ ഷ്രിമ്പ് കഴിക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്കാണ്, 9.83 ലാക്ക് ടൺസ്. അതിൽ 6% മാത്രമേ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഷ്രിമ്പ് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇറക്കുമതി നിർത്തി കഴിഞ്ഞാൽ അമേരിക്കക്കാർ കഴിക്കാനായിട്ട് കൊഞ്ചം ഉണ്ടാവില്ല, അതാണ് വാസ്തവം. പക്ഷെ എന്നിരുന്നാൽ കൂടിയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് ഇപ്പൊ മോദിയിരിക്കുന്നത്. രണ്ട്, ഇന്ത്യയിൽ ഇടയ്ക്ക് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ. ഇപ്പോൾ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ അതിന്റെ ചർച്ചകൾ വരുമ്പോൾ ഈ പകരച്ചുങ്കവും പിഴയും എല്ലാം ഈടാക്കി നമ്മുടെ കഴുത്തിറക്കുന്നു എന്നൊക്കെ വിമർശിക്കുന്നതിനിടയിലും സമുദ്രോൽപ്പന്ന മേഖലയ്ക്ക് 3 ഇരട്ടിയെങ്കിലും ഒരു കുതിപ്പുണ്ടാക്കാൻ സമീപ വർഷങ്ങളിൽ കഴിയും എന്ന തരത്തിൽ അത്തരം ചില റിപ്പോർട്ടുകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. അത്തരം ആലോചനകൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകളും ഇല്ലാതാകുന്നൊരു സ്ഥിതിയിലേക്ക് പോവുകയാണോ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ UK ആയിട്ടുള്ളതും യൂറോപ്പ് ആയിട്ടുള്ളതും പുതിയ മാർക്കറ്റുകളുടെ ഇതാണ്. കാരണം UK ഇതുവരെ നമുക്ക് ഒരു FTA ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഒരു ഡ്യൂട്ടി ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇന്ത്യൻ പ്രോഡക്ട്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ FTA വരുമ്പോഴത്തേക്ക് അത് മാറി കിട്ടുകയാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റ് നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. EU-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിറ്റ്സ് അധികം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 102 യൂണിറ്റും കൂടി EU-ലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ യൂണിറ്റുകൾക്ക് ഇവിടുന്ന് കയറ്റുമതി നടത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, EU ആയിട്ടും ഒരു FTA-ക്കുള്ള നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4.8% EU-ലേക്കുള്ള ഡ്യൂട്ടി. അത് കുറഞ്ഞ 0-ലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ കയറ്റുമതി അങ്ങോട്ടേക്ക് സാധിക്കും. അതായത് തീരുവയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുതിപ്പിനുള്ള സാധ്യതയും സാഹചര്യമാണ്. അപ്പോഴും അതിനെ തടയാനുള്ള ശ്രമം സെൻട്രൽമാരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണോ? അങ്ങനെയാണോ? അല്ല, അത് EU-ന്റെ കാര്യമാണ്. USA-ലേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലം വരെ 0 തീരുവ, ഇപ്പൊ അത് 50 ആക്കിയിട്ടുണ്ട്. ഈ 50-ന് പുറമെ 40% കൂടി ഇടുന്നതാണ് പറയുന്നത്. അതിൽ ഈ ഡംപിംഗ് ഉണ്ടെങ്കിൽ, ഡംപിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വിൽക്കുന്നതിനേക്കാൾ വില കുറച്ച് അമേരിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് വിൽക്കുന്നതിനാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. അതില്ലാന്ന് സത്യസന്ധമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇനി ഡംപിംഗ് ഉണ്ടെന്ന് ആരോപണം ഉണ്ടെങ്കിൽ ഡംപിങ്ങിനെ പറ്റി അന്വേഷിച്ച് അതിന്റെ മുകളിൽ നടപടിയെടുക്കാനായിട്ടുള്ള ഒരു വകുപ്പ് WTO തന്നെ ഉണ്ട്. അതനുസരിച്ച് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്താറുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്ന എല്ലാ ഷ്രിമ്പിന്റെ മുകളിൽ, ഇന്ത്യൻ ഷ്രിമ്പിന്റെ മുകളിലും ഇക്വഡോറിന്റെയും വിയറ്റ്നാമിന്റെ എല്ലാ ഷ്രിമ്പിന്റെ മുകളിൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി അവർ ചുമത്തുന്നുണ്ട്. ചെറിയ ഇതാണ്, ഇപ്പൊ 2% ഇപ്പോൾ ഇന്ത്യയുടെ മുകളിലുള്ള ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അതാണ് അതിന്റെ നിയമപരമായിട്ട് ചെയ്യേണ്ടത്. ഈ ടാരിഫ് വഴിയല്ല നേരിടേണ്ടത്. അപ്പൊ ഈ ടാരിഫ് എന്നൊരു കാര്യം, അതായത് ഒരു കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ളൊരു കാര്യം ഏത് രീതിയിലും ആർക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു വാളായിട്ടാണ് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതിന് കനത്ത പ്രത്യാഘാതങ്ങളുണ്ട്. ഇപ്പൊ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഷ്രിമ്പ് നിർത്തിക്കഴിഞ്ഞാൽ ആരാണ് അവസാനമായിട്ട് ബുദ്ധിമുട്ടുക? അമേരിക്കയിലുള്ള കൺസ്യൂമറാണ്. അമേരിക്കയിൽ ഏറ്റവും അധികം കഴിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ല ശതമാനം പോപ്പുലേഷനുള്ളതാണ് ഷ്രിമ്പ്. അത് അവരുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറുന്ന സ്ഥിതിവിശേഷമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അൺഅഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ? നമുക്ക് വേറെ മാർക്കറ്റ് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ വേറെ നല്ല വിപണി ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കിട്ടും. അപ്പൊ ഈ തീരുമാനങ്ങൾ, ഈ നയങ്ങൾ മൂലം അവസാനം ആത്യന്തികമായിട്ട് ബുദ്ധിമുട്ടാൻ പോകുന്ന അമേരിക്ക തന്നെയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് അവിടെ പോയില്ലെങ്കിൽ മോശം ക്വാളിറ്റിയുള്ള ആൾക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മോശം ക്വാളിറ്റി ഷ്രിമ്പും കഴിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് വില കൂടിയ സാധനം കഴിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരിക. അപ്പൊ ഈ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചിന്തകൾ കൂടാതെ തൽക്കാലം ഒരു പ്രഷറൈസ് ചെയ്യുക, സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം കാണിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും നാളെ വാഷിംഗ്ടണിലേക്ക് എത്തുകയാണ്. തീരുവ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിശദമായ ചർച്ചകളാണ്. ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷകൾ, അതേസമയം തന്നെ ആശങ്കകൾ നിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വിസ നിരക്ക് ഉയർത്തിയതും വലിയ പ്രതിസന്ധിയായി വരുന്നത്. ഇരുവർക്കും നന്ദി. വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. IT മേഖലയെ ഗുരുതരമായി തന്നെ ഈ വിസയുടെ വാർഷിക ഫീസ് വർധന H-1B വിസയ്ക്ക് ഫീസ് $1 ലക്ഷം ഉയർത്തിയത് വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് മേഖലയിലെ സംരംഭങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഇടത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അത്തരം വലിയ പ്രതിസന്ധികളുണ്ട്. ആ സ്ഥാപനങ്ങളുടെയും സ്റ്റാർട്ടപ്പ് മേഖലയിലെയും വളർച്ച, അതിന്റെ ആനുകൂല്യം ഇന്ത്യക്ക് ലഭിക്കാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ വിസ ഫീസ് വർധനവ് മൂലം ഉണ്ടാകാൻ പോകുന്നത്. അമേരിക്കയിലെ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരം ഉണ്ടാക്കുക എന്നാണ് വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, കുടിയേറ്റ നിയന്ത്രണം ഒരു നയമായി തന്നെ കുറേ കാലമായി അമേരിക്ക ഫോക്കസ് ചെയ്യുന്നതാണ്. ആ നിലയിൽ കൂടിയുള്ള ഒരു തീരുമാനം. പക്ഷേ നമ്മുടെ IT മേഖലയെ അത് വലിയ തോതിൽ ബാധിക്കും എന്ന പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.